അപ്പോൾ ഗായ്സ് ഇന്ന് മാക്കാൻ പോകുന്നൊരു പേപ്പർ പീസ് ഇട്ടാണ്. അപ്പം നേരെ വീട്ടിലേക്ക് എടുക്കാം. അപ്പോൾ അതിന് നമുക്ക് 2 പേപ്പർ വേണം, പിന്നെ ഒരു പശ വേണം, പിന്നെ ഒരു പെൻസിലും വേണം. ഇനി ഒരു പേപ്പർ എടുത്തിട്ട് അത് 2 എണ്ണം കട്ട് ചെയ്യാം ഗായ്സ്. അപ്പം നമുക്ക് ഈ മുറിച്ചെടുത്ത പേപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് മടക്കാം. അപ്പോൾ പേപ്പർ തീരുന്ന വരെ മടക്കിക്കൊണ്ടിരിക്കണം. ഞാൻ പറഞ്ഞതുപോലെ മടക്കി കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. ഇനി അടുത്തത് ചെയ്യേണ്ടത് ഇതേപോലത്തെ 3 എണ്ണം ആക്കണം. ഇനി ഇതേപോലത്തെ ഗ്ലൂസ്റ്റിക്ക് എടുക്കണം. ഗ്ലൂസ്റ്റിക്ക് ഇല്ലെങ്കിൽ സാധാരണ പശ ആയാലും മതി. ഇനി ഇങ്ങനെ ഒട്ടിക്കണം. അപ്പം ഞാൻ ചെയ്യുന്ന പോലെ ചെയ്ത് ഒട്ടിച്ചാൽ നിങ്ങൾക്ക് ഇതേപോലത്തെ സർക്കിൾ കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കളർ പേപ്പർ എടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്യണം. കട്ട് ചെയ്ത പേപ്പർ ഞാൻ ചെയ്യുന്നത് പോലെ 3 പ്രാവശ്യം മടക്കണം. മടക്കിയതിന് ശേഷം ഇതേപോലത്തെ ഒരു പെൻസിൽ എടുത്ത് ഹാർട്ട് ഷേപ്പിൻ്റെ ഒരു ഹാഫായിട്ട് വരക്കണം. അതിനുശേഷം അതെടുത്തിട്ട് മുറിക്കണം. മുറിച്ചെടുത്ത ഈ പീസ് എടുത്തിട്ട് മാറ്റി വെച്ചിട്ട് ഇതേപോലത്തെ 4 പീസ് കിട്ടും. എന്നിട്ട് വീണ്ടും ഏതെങ്കിലും ഒരു പശ എടുത്തിട്ട് ഈ 4 പീസും തമ്മിൽ ഒട്ടിക്കണം. അത് തമ്മിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലവർ ഷേപ്പിൽ കിട്ടും. അതിനുശേഷം ഒരു ചെറിയ സർക്കിൾ എടുത്ത് നടുക്കായി ഒട്ടിക്കണം. ഫസ്റ്റ് ഉണ്ടാക്കിയ ബാൻഡ് എടുത്തിട്ട് ഈ ഫ്ലവറിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നൈസായിട്ടുള്ളൊരു ബ്രേസ്ലെറ്റ് കിട്ടും. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. കണ്ടന്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഗായ്സ്. ബൈ ബൈ.